ശ്രീ രാജേന്ദ്രൻ പന്തളം, ഈ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ഒരു പശ്ചാത്തലത്തിൽ കൂടുതലൊന്നും തന്നെ കേരളത്തിന് പ്രതീക്ഷിക്കാനാവില്ല, അങ്ങനെ തോന്നുന്നു. അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും തന്നെ നിലവിലുള്ള ആനുകൂല്യങ്ങൾ, പദ്ധതികൾ അതിലൊന്നും യാതൊരു വെട്ടിക്കുറവും വരുത്തില്ല. മാത്രമല്ല, ഒട്ടേറെ പദ്ധതികൾ ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നിക്ഷേപം നടത്തണം. അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് അധിക വിഭവ സമാഹരണം എന്നത് വലിയ വെല്ലുവിളിയാണ്. അതിന് ഈ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? എന്നോടാണ് രാജേന്ദ്രൻ, എന്നോടാണ്. അതായത് എന്നോടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വളരാനുള്ള മേഖലകളുണ്ട്. ഒന്നാണ് ടൂറിസം. എല്ലാവരും പറയാനുള്ള കാര്യമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് കേരളത്തിന്റെ വെനീസ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് വെനീസായിട്ട് ഡെവലപ്പ് ചെയ്യണം. വെനീസിന്റെ ആകർഷണം കണ്ടോ? വെനീസ് ആ വള്ളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അവിടെ വേറെ മോട്ടോർ വാഹനങ്ങളൊന്നും തന്നെ ഇല്ല. ഒന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ ഗവൺമെന്റ് പ്രസ്സിലെ സൂപ്രണ്ടും ഉദ്യോഗസ്ഥരും ബജറ്റിന്റെ അന്തിമ കോപ്പി ധനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. രാജേന്ദ്രൻ തുടരാം, താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ ആ വെനീസിനെ നമുക്ക് എന്തുകൊണ്ട് ശരിയായിട്ടുള്ള വെനീസ് പോലെ ആയിക്കൂടാ? ഇറ്റലിയിലെ വെനീസ് പോലെ ആക്കിക്കൂടാ? എത്ര ടൂറിസത്തിന്റെ എത്രമാത്രം വരുമാനമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക? അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന ഒരു കാര്യം, കാണുന്ന ഒരു കാര്യം, അവിടുത്തെ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അത് വാങ്ങിക്കാനും വരുന്ന ടൂറിസ്റ്റുകളെ പ്രേരിപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ആലപ്പുഴയിലെ തന്നെ ഈ കയർ വ്യവസായം, ഞാൻ അവിടുത്തെ കാര്യമാണ് ഈ പറഞ്ഞ കയർ, പൂവസ്ത്രം, ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ നിർമ്മിക്കും. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കയറ് ഇങ്ങനെ പിരിച്ചെടുക്കുന്നത്, അത് ചകരിയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന കുടിൽ വ്യവസായങ്ങളുടെ കാര്യമാണ്, വൻതോതിലുള്ള വ്യവസായങ്ങളുടെ കാര്യമല്ല പറയുന്നത്. ആലപ്പുഴയുണ്ട്, കൊല്ലത്തുമുണ്ട്. അതൊക്കെ ജനങ്ങളെ, അവിടുന്ന് വരുന്ന ടൂറിസ്റ്റുകളെ കാണിച്ചുകൊണ്ട് ആ ഉത്പന്നങ്ങളോടൊരു ആഭിമുഖ്യം വളർത്തിക്കൊണ്ട് ആ വ്യവസായങ്ങൾ താഴ്ന്നു കിടക്കുകയാണ്. അത് വളർത്തിക്കൂടാ. കൊല്ലത്തെ കശുവണ്ടി, കശുവണ്ടി എന്ന് പറയുന്നത് വിദേശികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്റ്റേപ്പിൾ ഫുഡാണത്. ഏറ്റവും ഇഷ്ടമുള്ളതും വില കൂടിയതുമാണ്. അപ്പൊ അതിന്റെ ഉത്പാദനം ഇപ്പൊ തന്നെ ചുട്ട കശുവണ്ടി, അത് വളരെയധികം ഡിമാൻഡുണ്ട്, നല്ല വിലയുമുണ്ട്. അതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് തൊഴിലാളികൾ? എങ്ങനെ കശുവണ്ടി പരിപ്പ് അടിച്ചിട്ട് എങ്ങനെ തയ്യാറാക്കുന്നു? അതുപോലെ തന്നെ ആണ് കശുവണ്ടി തോടിൽ നിന്നുള്ള ഷെല്ലോയിൽ. ഇതൊക്കെ നമുക്ക് ശരിക്കും മാർക്കറ്റ് ചെയ്യാൻ കഴിയണം. അതൊക്കെ അതുപോലെ തന്നെ ചില നമ്മുടെ ചക്ക ഉൽപ്പന്നങ്ങൾ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കാനുള്ള കഴിയണം. അത് പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഉണ്ടാക്കുകയില്ല. പിന്നെ എനിക്കൊരു അഭിപ്രായം, ഇലപ്പുള്ളി പോലുള്ള കാര്യങ്ങളിൽ പരിസ്ഥിതിയിൽ രാഷ്ട്രീയം കലർത്തത്, പരിസ്ഥിതി വിദഗ്ധന്മാർ അത് പഠിച്ചിട്ട് പറയട്ടെ. ഒരു വിദഗ്ധ പരിസ്ഥിതി സംഘത്തെ വെക്കട്ടെ, അവിടുത്തെ ജലചൂഷണം ചെയ്യുമോ എന്നുള്ളത് പഠിച്ചു പറയട്ടെ. നമ്മൾ രാഷ്ട്രീയക്കാരെല്ലാം അങ്ങ് പരിസ്ഥിതി വിദഗ്ധരായിട്ട് നിന്നാൽ അത് ഇങ്ങനെ പോവും അങ്ങനെ പോവും എന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ നാടിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമ്മുടെ അനന്തര തലമുറയ്ക്ക് എങ്കിലും രക്ഷപ്പെട്ടു പോകാൻ പറ്റൂ.